ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. ഭവദ്വപുസ്പർശന കൗതുകേന കരാത്കരം ഗോപവധൂജനേന നീതസ്ത്വമാതാമ്രസരോജമാല വ്യാലംബിലോലംബതുലാമലാസി. വീണ്ടും ആ ഗോപസ്ത്രീകൾക്ക് കിട്ടിയ ഭാഗ്യത്തെ തന്നെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഭവദ്വപു സ്പർശന കൗതുകേന. ഭവദ്വപു, ഭവത് വപുവാണ് ഭവദ്വപു. വപു എന്നാൽ ശരീരം. ഭവത് അങ്ങയുടെ ആ ഒരു ഭൂമേനി. സ്പർശന കൗതുകേന, ഒന്ന് വാരിയെടുത്ത് പുണരുവാനുള്ള കൗതുകം കൊണ്ട്. സ്പർശനം എന്നതാൽ കൈകൊണ്ടൊന്ന് തൊടുന്നതും അവർക്കൊരു കൗതുകമായിരുന്നു. എന്നാലാകട്ടെ ആ ഉണ്ണിയെ തക്കം കിട്ടുമ്പോഴൊക്കെ ഓരോരുത്തരും മത്സരിച്ച് വാരിയെടുത്ത് ഒന്ന് ഉണർന്ന് കിട്ടുന്ന ആ ഒരു സ്പർശന സുഖമുണ്ടല്ലോ, അതിൽ കൗതുകേന കൊതികൊണ്ട് കരാത്കരം, ഒരു കൈയിൽ നിന്നും മറ്റൊരു കൈയിലേക്ക്, അല്ലെങ്കിൽ കൈകളിൽ ഇങ്ങനെ മാറി 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 ഗോപവധൂജനേന, ആ ഗോപസ്ത്രീകളുടെ കൈകളിൽ, ഒരു കൈകളിൽ നിന്നും മറ്റൊരു കൈയിലേക്ക് അങ്ങനെ മാറി 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 ആ ഗോപസ്ത്രീകളുടെ കൈകളിൽ തന്നെ ഇപ്പോൾ അങ്ങനെ പാറി നടക്കുകയാണ് ഉണ്ണി. എന്താ, താഴേക്ക് കിടത്തുന്നില്ല, താഴെ കിടത്താൻ കൂട്ടാക്കുന്നില്ല ഗോപസ്ത്രീകൾ. കാരണം മതിയായില്ലേ, ഒരു ഗോപസ്ത്രീ എടുക്കുമ്പോൾ അടുത്ത ഗോപസ്ത്രീ അപ്പോഴേക്കും തയ്യാറെടുത്ത് നിൽക്കുകയായി. എനിക്ക് തരൂ ഉണ്ണിയെ. അപ്പോഴേക്കും അടുത്ത ആൾ തയ്യാറായി, നിന്റെ കയ്യിൽ നിന്ന് എനിക്ക് തരണേ. ഇങ്ങനെ ഓരോരോ കൈകൾ മാറി മാറി ഈ ഉണ്ണി ഇങ്ങനെ ഇപ്പോൾ പാറിപ്പറന്ന് നടക്കുകയാണ്. നീതസ്ത്വമാതാമ്ര സരോജമാല. നീതഹ ത്വം, അങ്ങനെ ഒരു കൈയിൽ നിന്നും മറ്റൊരു കൈയിലേക്ക് കൊടുക്കപ്പെടാറുള്ള അവിടുന്ന്. നോക്കൂ അവിടെ, നീതഹ ത്വം ആതാമ്ര സരോജമാല വ്യാലംബിലോലംബ തുലാം അലാസി. ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ വരുന്നുണ്ട് അവിടെ. നീതഹ ത്വം, അങ്ങനെ ഒരു കൈകളിൽ നിന്നും മറ്റൊരു കൈകളിലേക്ക് കൊടുക്കപ്പെടുന്ന അവിടുന്ന്. ആതാമ്ര സരോജമാല. ആതാമ്ര എന്ന് പറഞ്ഞാൽ ഈ ചുവപ്പ് എന്ന് പറഞ്ഞാൽ ഈ കുരുന്ന് ഇലകൾക്ക് ഉണ്ടാകുന്ന ഒരു ഇളം ചുവപ്പ് കലർന്ന നിറമുണ്ടല്ലോ, അതിനാണ് ആതാമ്ര എന്ന് പറയുന്നത്. ആതാമ്ര സരോജമാല. സരോജം എന്നാൽ താമരപ്പൂവ്. അപ്പോൾ ആ ഇളം ചുവപ്പ് നിറത്തിലുള്ള ഒരു താമരപ്പൂവിൻ്റെ, ചെന്താമരപ്പൂ മാലയിലെ വ്യാലംബിലോലംബ തുലാമലാസി. വ്യാലംബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയൊരു ചെന്താമരപ്പൂ മാലയുണ്ടെങ്കിൽ ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് ഇങ്ങനെ മാറി മാറി നടക്കുന്ന, തേനുണ്ട് പാറിപ്പറന്ന് നടക്കുന്ന തുലാം എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത വണ്ട, ഒരു കരിവണ്ടാണെന്ന് അലാസി തോന്നും. അപ്പോൾ ഈ ഗോപസ്ത്രീകളുടെ കൈകളിൽ ഒരു കൈയിൽ നിന്നും മറ്റൊരു കൈയിലേക്ക് ഇങ്ങനെ മാറി 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 നടക്കുന്ന ഈ ഉണ്ണിയെ കണ്ടാൽ, നല്ല ചുവന്ന ഒരു ചെന്താമരപ്പൂമാലയിൽ ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് തേനുണ്ട് ആനന്ദിച്ചു പാറിപ്പറന്ന് നടക്കുന്ന ഒരു കരിവണ്ടിനെ പോലെയാണ് ഇപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ, ഗോപസ്ത്രീകൾ നല്ല വെളുത്തു ചുവന്ന നിറത്തോടു കൂടിയവരായിരുന്നുവെങ്കിൽ ഈ ഉണ്ണിയുടെ നിറം കാർവർണ്ണനാണ്, കൃഷ്ണവർണ്ണമാണ്. അതുകൊണ്ടാണ് ഇവിടെ കരിവണ്ടിനോട് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഉപമിച്ചത്. അപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ആ ഇളം ചുവപ്പ് കലർന്ന
കൈകളിൽ മാറി മാറി ഈ കരിവണ്ടങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നോക്കൂ, ഇവിടെ ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് തേനുണ്ട് നിർവൃതി അടഞ്ഞ് മാറി നടക്കുന്ന കരിവണ്ട് എന്നാ പറഞ്ഞത്. ഒരു ഗോപസ്ത്രീയുടെ കയ്യിൽ നിന്നും മറ്റൊരു ഗോപസ്ത്രീയുടെ കയ്യിലേക്ക് പാറിപ്പറന്ന് നമ്മുടെ കൃഷ്ണനുണ്ണി നടക്കുമ്പോൾ ഈ ആനന്ദാമൃതത്തെ ഉണ്ണുന്നത് ഭഗവാനല്ല, ഭഗവാന്റെ കൃപ കൊണ്ട്, ഈ കൃഷ്ണനുണ്ണിയുടെ കൃപ കൊണ്ട് ഓരോ ഗോപസ്ത്രീകളുമായിരുന്നു എന്ന് മാത്രം. വണ്ട് പാറിപ്പറന്ന് നടക്കുമ്പോൾ ആ പൂവുകളിൽ നിന്നും വണ്ട് തേനിനെ കുടിച്ച് വണ്ട് സ്വയം ആനന്ദിക്കുകയാണെങ്കിൽ, ഇവിടെ ഭഗവാന്റെ കൃപ കൊണ്ട് ആ പരമാനന്ദത്തെ അനുഭവിക്കുവാൻ ആ ഗോപസ്ത്രീകൾക്കൊരു ഭാഗ്യം സിദ്ധിക്കുകയാണ് ഉണ്ടായത് എന്ന് മാത്രം. പക്ഷെ പുറമേ നിന്ന് നോക്കുന്ന ഒരാളിന് ഈ ഗോപസ്ത്രീകളൊക്കെ ആനന്ദം കൊണ്ട് നിർവൃതിയടഞ്ഞ് അങ്ങനെ നിന്നിരുന്നത് കൊണ്ട് തന്നെ അവരുടെ മുഖവും ദേഹമൊന്നാകെ ആ പരമാനന്ദ രസത്തിൽ ചുവന്നു തൊടുത്ത് തന്നെയാണ് ഇരുന്നിരുന്നത്. അങ്ങനെയുള്ള ആ ഗോപസ്ത്രീകളുടെ കൈകളിൽ അങ്ങനെ പാറിപ്പാറി നടക്കുന്ന കൃഷ്ണനുണ്ണി അതിമനോഹരമായ ഒരു കാഴ്ച. നോക്കൂ, ഒരല്പം ദൂരേക്ക് മാറി നിന്ന് ആ കാഴ്ച വീക്ഷിക്കുകയാണ് നമ്മളെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം നമ്മളെ ഇപ്പോൾ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് കൊണ്ട് നിർത്തിയിരിക്കുന്നത് അവിടെയാണ്. അമ്പാടി മുറ്റത്ത് ഒരല്പം അകലേക്ക് മാറി നിന്ന് വീക്ഷിക്കുകയാണ്. എന്താണ് ഈ ഗോപസ്ത്രീകൾ ചെയ്യുന്നത്, കൃഷ്ണനുണ്ണി എന്താണ് ചെയ്യുന്നത് എന്ന് വീക്ഷിച്ചാൽ കാണുന്ന കാഴ്ചയാണ് ഈ ശ്ലോകങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭവദ്വപുസ്പർശന കൗതുകേന കരാത്കരം ഗോപവധൂജനേന നീതസ്ത്വമാതാമ്രസരോജമാല വ്യാലംബിലോലംബതുലാമലാസി. ഈ ഒരു ശ്ലോകത്തിൽ കുറച്ചധികം സമസ്തപദം വരുന്നുണ്ട്. ആദ്യത്തെ പാദം ചേർത്ത് തന്നെ വായിക്കുക. ഭവദ്വപു സ്പർശന കൗതുകേന. അവിടെ വപു എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. കഴിഞ്ഞില്ല. സ്പർശന കൗതുകേന. അവിടെ ഇർ എന്ന അക്ഷരത്തിന് രകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് നീതസ്ത്വമാതാമ്ര. അത് ചേർത്ത് തന്നെ വായിക്കുക. നീതഹ ത്വം ആതാമ്ര ആണ്. അവിടെ പദം പിരിക്കണ്ട. പക്ഷെ നീതസ്ത്വമാതാമ്ര, അവിടെ ആതാമ്ര എന്നുള്ളതിൻ്റെ മായുടെ ആകാരം നീട്ടിയെടുക്കുക. പിന്നെ വ്യാലംബിലോലംബ തുലാമലാസി, അത് ചേർത്ത് തന്നെ വായിക്കുക. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. നിപായയന്തി സ്തനമംഗകം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദാ കഥമാം ന ഭേജേ സ താദൃശഃ പാഹി ഹരേ യദാന്മാം. നിപായയന്തി, അങ്ങനെ പാനം ചെയ്യുമ്പോൾ, കുടിക്കുമ്പോൾ എന്ത്? സ്തനമംഗകം ത്വാം. സ്തനം അംഗകം ത്വാം. സ്തനം നിപായയന്തി. ആ മുലപ്പാൽ കുടിക്കുമ്പോൾ അംഗകം ഇവിടെ മടിത്തട്ടിൽ കിടന്നുകൊണ്ട്, അമ്മയുടെ മടിയിൽ കിടന്ന് അമ്മയുടെ പാല് കുടിക്കുമ്പോൾ ത്വാം അവിടുന്ന് വിലോകയന്തി വദനം ഹസന്തി. വിലോകയന്തി എങ്ങനെ? അങ്ങയുടെ മുഖത്ത് നോക്കിയിട്ട്, ഹസന്തി പുഞ്ചിരിച്ചുകൊണ്ട് ആണ് ആ അമ്മ പാല് തരുന്നത്. ഈ പുഞ്ചിരി കാണാനാണ് ഗോകുലത്തിലുള്ള, അമ്പാടിയിലുള്ള എല്ലാ ഗോപസ്ത്രീകളും ഗോപന്മാരും മത്സരിച്ച് രാവിലെ ഇവിടേക്ക് ഓടിയെത്തുന്നത്. അങ്ങനെയുള്ള ആ ഉണ്ണിയെ
തൻ്റെ ഉണ്ണിയായി കിട്ടുകയും തൻ്റെ ഉണ്ണിയായി പിറന്ന ആ ഉണ്ണിയെ മടിയിലിരുത്തി പാലൂട്ടുമ്പോൾ ആ കുഞ്ഞു സുന്ദര മുഖം നോക്കി അമ്മയുടെ മുഖത്തും മന്ദഹാസം വിടരും. കണ്ണെടുക്കാതെ കണ്ണിമ വെട്ടാതെ തൻ്റെ ഉണ്ണിയുടെ ആ കുഞ്ഞ് തലയിൽ അങ്ങനെ തൻ്റെ വിരലുകൾ കൊണ്ട് തലോടിക്കൊണ്ട് ഉണ്ണിയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ ആ ഉണ്ണിക്ക് തൻ്റെ സ്തനങ്ങളിൽ നിന്നും അമൃതം പകർന്നു കൊടുക്കുമ്പോൾ അമ്മ അനുഭവിക്കുന്ന നിർവൃതി അമ്മയുടെ മുഖത്ത് വിടരുന്ന ആ പുഞ്ചിരിയിൽ നമുക്ക് കാണാൻ കഴിയും. ദശാം യശോദ കഥമാം ന ഭേജേ. ദശാം അതായത് അവസ്ഥയെ, ഏതൊരു ദശയെ, കഥമാം എന്ന് പറഞ്ഞാൽ ഏതൊരു അവസ്ഥയെയാണ് യശോദ, ആ യശോദാദേവി ഏതൊരു അവസ്ഥയെയാണ് ന ഭേജേ പ്രാപിക്കാതെ ഇരുന്നത് എന്ന് പറഞ്ഞാൽ സർവചരാചരങ്ങളും ഏതൊരു ആനന്ദ അവസ്ഥ, ഏതൊരു നിർവൃതിയാണോ പ്രാപിക്കുവാൻ, ഏതൊരു പൂർണ്ണതയെയാണോ പ്രാപിക്കുവാൻ വെമ്പൽ കൊണ്ട് ജീവിതം മുഴുവൻ അലയുന്നത്, ആ പൂർണ്ണാവസ്ഥയെ, ആ ആനന്ദാമൃതത്തെ പ്രാപിച്ച അമ്മയ്ക്ക് ഇനി എന്താണ് നേടുവാനുള്ളത്? ഇനി എന്താണ് അമ്മയ്ക്ക് ആഗ്രഹിക്കുവാനുള്ളത്? അതുകൊണ്ടാണ് പറഞ്ഞത്, ഏതൊരവസ്ഥയെയാണ് അമ്മ പ്രാപിക്കാതെ ഇരുന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പരമമായ, ശ്രേഷ്ഠമായ, ഉത്തമമായ, സർവപ്രാണികളും കൊതിക്കുന്നതായിട്ടുള്ള ഈ ഒരു ആനന്ദാവസ്ഥയെ അമ്മ പ്രാപിച്ചു. സത്താദൃശ സഹ, അല്ലയോ ഭഗവാനെ, അവിടുന്ന് താദൃശ, അങ്ങനെയുള്ള അപ്രകാരമുള്ളതായിട്ടുള്ള ആ ഒരു ഭഗവാനെ, കാരണം അമ്മയെ ഇങ്ങനെയൊരു ആനന്ദ നിർവൃതിയുടെ കൊടുമുടിയിൽ കൊണ്ടെത്തിച്ച ഭഗവാനെ, അങ്ങനെയുള്ള എൻ്റെ ഭഗവാനെ അവിടുന്ന് പാഹി ഹരേ ഗതാന്മാം, ഹരേ അല്ലയോ ശ്രീഹരി ഭഗവാനെ പാഹി രക്ഷിക്കണമേ, ഗതാന്മാം, ഗതാത് മാം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗതാന്മാം. ഗതാത് എന്ന് പറഞ്ഞാൽ രോഗദുരിതങ്ങളിൽ നിന്ന്, മാം എന്നെ പാഹി രക്ഷിക്കണമേ. സർവപ്രാണികളും എത്രയോ 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 കോടാനുകോടി ജന്മജന്മാന്തരങ്ങളിലായി അലയുന്നത് ഈ ഒരു ആനന്ദ നിർവൃതി, ഈ ഒരു പരിപൂർണതയിലേക്ക് അലിഞ്ഞു ചേരുന്നതിന് വേണ്ടിയിട്ടാണ്. അത് യാതൊരു പ്രയാസവും കൂടാതെ ഇവിടെ ഭഗവാനായ യശോദാമ്മയ്ക്ക് കൊടുത്ത് അനുഗ്രഹിച്ചുവെങ്കിൽ, എൻ്റെ ഭഗവാനെ അങ്ങേക്ക് എത്രയോ നിസ്സാരമാണ് എൻ്റെ ഈ രോഗദുരിതങ്ങളെ ഇല്ലാതെയാക്കുവാൻ. ഭഗവാനെ അവിടുന്ന് ഈ രോഗദുരിതങ്ങളെയെല്ലാം നീക്കി അവിടുന്ന് അനുഗ്രഹിക്കണമേ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നിപായയന്തി സ്തനമംഗകം ത്വാം വിലോകയന്തി വദനം ഹസന്തി ദശാം യശോദാ കഥമാം ന ഭേജേ സതാദൃശഃ പാഹി ഹരേ ഗതാന്മാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്തനമംഗകം, സ്തനം അംഗകം ആണ്. അംഗകം എന്നാൽ മടിയിൽ. വായിക്കുമ്പോൾ പദം പിരിക്കണ്ട, മായുടെ അകാരം ശ്രദ്ധിച്ചാൽ മതിയാകും. പിന്നെ താദൃശ, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണത്. അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട് 41ാമത്തെ ദശകവും ഒന്നർത്ഥവിചാരം ചെയ്യുവാൻ ഭഗവാന്റെ കടാക്ഷം ഉണ്ടായി ഈ ഉള്ളവളിൽ. ഇനി നമുക്ക് അടുത്ത സത്സംഗത്തിൽ ഇത് സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം, ഭഗവാൻ അനുഗ്രഹിച്ചാൽ എന്ന് കരുതുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.